ഇവിടെ നോക്കൂ, ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നോക്കൂ. ഇതുപോലെ കെമിസ്ട്രിയിൽ ചില അറേഞ്ച്മെൻറ്റ്സ് ഒരു ഭംഗിക്കും സ്റ്റെബിലിറ്റിക്കും ഒക്കെ വേണ്ടി ആവശ്യാനുസരണം നടക്കും. അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് റിയാക്ഷൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിന് ആമുഖമായിട്ടൊരു കാര്യം പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് അഡീഷൻ റിയാക്ഷന്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, കണ്ടൻസേഷൻ റിയാക്ഷൻ, ഇങ്ങനെ പല റിയാക്ഷൻസും പഠിക്കാനുണ്ട്. നിങ്ങളുടെ സിലബസിലെ ലാസ്റ്റ് മോഡ്യൂളായിട്ട് ഒരു ഗ്രീൻ കെമിസ്ട്രി ഉണ്ട് അല്ലേ? അവിടെ ഒരു വേർഡുണ്ട്, ആറ്റം ഇക്കോണമി എന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് മിനിമൈസേഷനാണ്. അതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് റിയാക്റ്റൻ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രോഡക്റ്റായി മാറുക, അവിടെ ബൈ പ്രോഡക്ട്സ് ഒന്നും ഉണ്ടാവാതിരിക്കുക. അപ്പം നമുക്കത് ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രീൻ കെമിസ്ട്രി അപ്രോച്ചാണ്. അപ്പം ആറ്റം ഇക്കോണമി 100% ആകുന്ന ഒരു റിയാക്ഷനാണ് അറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എടുക്കുന്ന റിയാക്റ്റൻ്റ് അതുപോലെ തന്നെ പ്രോഡക്റ്റായി മാറും. അതിനെ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷന് കാറ്റലിസ്റ്റിൻ്റെ റോള് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആറ്റം ഇക്കോണമി 100% ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് അറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള അറേഞ്ച്മെൻറ്റിലേക്ക് വരാം. ദറ്റ് ഈസ് ഫ്രൈസ് അറേഞ്ച്മെൻറ്റ്. ഇവിടെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഒരു എസ്റ്ററാണ്. ആൽക്കഹോളും ആസിഡും തമ്മിലുള്ള കണ്ടൻസേഷൻ പ്രോഡക്റ്റാണ് എസ്റ്റർ എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മുടെ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഫീനോളാണ്. ഇതൊരു ആരമാറ്റിക് ആൽക്കഹോളാണ് ഫീനോൾ അസറ്റിക് ആസിഡുമായിട്ട് കണ്ടൻസ് ചെയ്ത് കിട്ടിയതാണ് ഫിനൈൽ അസറ്റേറ്റ്. ഈ കോമ്പൗണ്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. ഈ AlCl3 പല കേസിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനിലുമൊക്കെ ഇത് വന്നിട്ടുണ്ട്. അവിടെ എല്ലാം അതൊരു കാറ്റലിസ്റ്റാണ്. ഈ അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ ഈ എസ്റ്ററിൽ ഇവിടെ OHും CH3COOHും ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു അസറ്റൈൽ ഗ്രൂപ്പും ഇവിടെ ഒരു ഫിനോളിക് ഗ്രൂപ്പും. നോക്കുക, ഇവിടെ ഈ റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഫിനോൾ തന്നെ റീജനറേറ്റ് ചെയ്യുകയാണ്. അതിനോടൊപ്പം ഇവിടെ ഇരുന്ന അസറ്റൈൽ ഗ്രൂപ്പ് ഈ ഫിനോളിൻ്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും മാറും. ഒരുപക്ഷെ ഓർത്തോ പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരാ പ്രോഡക്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ രണ്ടും. സോ ഓർത്തോ ആൻഡ് പാര, അല്ലെങ്കിൽ ഓർത്തോ ഓർ പാര, ഇങ്ങനത്തെ കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഫിനൈൽ അസറ്റേറ്റ് എന്ത് തരുന്നു? ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ ഓർ പാര ഹൈഡ്രോക്സി അസറ്റോഫിനോൺ ഓർ ബോത്ത്. ഇതാണ് ഫ്രൈസ് റീഅറേഞ്ച്മെൻറ്റിൻ്റെ സ്റ്റെപ്പ്. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ചേഞ്ചസ് വന്നിരിക്കുന്നത് ഈ COCH3 വന്ന് ഓർത്തോ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ളൊരു ഹൈഡ്രജൻ അവിടെ നിന്ന് മാറും. ആ ഹൈഡ്രജനാണ് OHലേക്ക് വരുന്നത്. അതുപോലെ ഇത് പാരാ പൊസിഷനിലേക്ക് പോകുമ്പോൾ അവിടത്തുള്ള ഹൈഡ്രജനാണ് OHലേക്ക് വരുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ ആറ്റം സേവ്ഡ് ആണ്, എമൗണ്ട് ഈസ് സേവ്ഡ്, നോട്ട് വേസ്റ്റഡ് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 100% ആറ്റം ഇക്കോണമി ഉണ്ട് എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ ഓഫ് COCH3 ഓഫ് ദി എസ്റ്റർ ലിങ്കേജ് ടു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഓഫ് ദി ബെൻസീൻ റിംഗ്. ഇത് വളരെ സിമ്പിളാണ്. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മറ്റെല്ലാ റീഅറേഞ്ച്മെൻറ്റ്സും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ കഴിയും. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യാനുസരണം കാണാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കരുത്. ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അതും നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്താം. താങ്ക് യു.